അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണം ഉണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലി അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ?
പിന്നെ അതിന് വാടക, അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അബ്ദുൾ ഒരു നല്ല പാചകക്കാരനായിരുന്നു. അയാൾക്ക് സുൽത്താൻ മിയയുടെ ഹോട്ടലിൽ തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. എനിക്കൊരു തന്തൂരി പാർസലാക്കൂ. ഇപ്പൊ തരാം. അബ്ദുള്ളക്ക, നിങ്ങളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന തന്തൂരി സൂപ്പറാണ്. ഞാൻ പല ഹോട്ടലുകളിലും തന്തൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈപുണ്യം വേറെ ആർക്കും ഞാൻ കണ്ടിട്ടേയില്ല. നന്ദി. എന്റെ തന്തൂരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. എനിക്കത് കേട്ടാൽ മതി. അബ്ദുൾ വർഷങ്ങളായി ആ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം സുൽത്താൻ മിയയുടെ മകൻ അഫ്സൽ ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. സാർ, നിങ്ങളുടെ ഹോട്ടലിലെ തന്തൂരി സൂപ്പറാണ്. ആ എനിക്കറിയാം. പല കസ്റ്റമേഴ്സും അബ്ദുള്ളയുടെ തന്തൂരിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അബ്ദുൾ സന്തോഷിച്ചു. അഫ്സലിന്റെ മനസ്സിലുണ്ടായിരുന്ന കണക്കുകൂട്ടലുകളെ കുറിച്ച് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്തൂരി കൗണ്ടർ വലുതാക്കണമെന്ന് അഫ്സൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ചില പാചകക്കാരെ അവിടെ നിയമിക്കണം എന്നും. അബ്ദുള്ളക്ക, നിങ്ങൾ വേറെയും 1-2 പേർക്ക് നിങ്ങളെപ്പോലെ തന്തൂരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്തൂരി കൗണ്ടർ വലുതാക്കാൻ പോവുകയാണ്. അപ്പോഴേ എനിക്ക് നിറയെ ഓർഡർ വരികയുള്ളൂ. തീർച്ചയായും ഞാൻ എല്ലാ പാചകക്കാരനും പറഞ്ഞു കൊടുക്കാം. അത് കേട്ട് അഫ്സൽ സന്തോഷിച്ചു. കുറച്ചു ദിവസത്തിനു ശേഷം തന്തൂരി കൗണ്ടർ വലുതായി. വേറെയും 2 പാചകക്കാരെ കൗണ്ടറിൽ നിയമിച്ചു, അൽത്താഫും അർബാസും. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. എന്നെപ്പോലെ നന്നായി തന്തൂരി ഉണ്ടാക്കിയാൽ കസ്റ്റമേഴ്സ് നിങ്ങളെയും അഭിനന്ദിക്കും. അബ്ദുൾ 2 പേർക്കും തന്തൂരി രുചിയായിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ചില ദിവസങ്ങൾക്കകം അവർ 2 പേരും തന്തൂരി നന്നായിട്ടുണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് വിശ്വാസമുണ്ട്, പകലിൽ ഈ ഹോട്ടലിൽ 2 മടങ്ങും രാത്രിയിൽ 4 മടങ്ങും ബിസിനസ് നടക്കും. നിങ്ങളുടെ വാക്ക് ബലിക്കട്ടെ അബ്ദുള്ളക്ക. അബ്ദുൾ നല്ല മനസ്സോടെ പുതിയ 2 പേർക്കും തന്തൂരി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അഫ്സൽ വളരെ തന്ത്രശാലിയായിരുന്നു. അവന്റെ മനസ്സിൽ പണമുണ്ടാക്കണമെന്ന വിചാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ ഒരു പുതിയ പോൾട്രിക്കാരനുമായി കച്ചവടം സംസാരിച്ചു. ആ പോൾട്രിക്കാരൻ ചത്തുപോയ കോഴികളെ കുറഞ്ഞ വിലയ്ക്ക് അഫ്സലിന് വിറ്റുകൊണ്ടിരുന്നു. അങ്ങനെ അഫ്സലിന്റെ വ്യാപാരം വർദ്ധിച്ചു. തന്തൂരി കൗണ്ടർ വലുതായതുകൊണ്ട് കസ്റ്റമേഴ്സും കൂടുതൽ വരാൻ തുടങ്ങി. എല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം അബ്ദുൾ പകലും രാത്രിയും ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ടലിന്റെ ഉടമ സുൽത്താൻ അവിടേക്ക് വന്നു. മോനെ അഫ്സലെ, ഹോട്ടൽ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നുണ്ട്. അതുപോട്ടെ, നീ കോഴി വാങ്ങുന്ന സ്ഥലം മാറ്റി എന്നാണല്ലോ കേട്ടത്. അതെ വാപ്പ, ഈ പുതിയ കോഴിക്കടക്കാരൻ കുറഞ്ഞ വിലയിൽ കോഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അതെയോ? അതെങ്ങനെ? കാരണം അതെല്ലാം ചത്തുപോയ കോഴികളാണ് വാപ്പ. എന്റെ അള്ളാ, നീ എന്തിനാ ഈ അന്യായം ചെയ്യുന്നത്? ഇത് പാവമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൊടുക്കുന്ന തന്തൂരി കഴിച്ചിട്ട് ആർക്കെങ്കിലും സുഖമില്ലാതെ ആയാൽ അള്ളാവും നമുക്ക് ഒരിക്കലും മാപ്പ് തരില്ല മോനെ. അങ്ങനെയൊന്നും നടക്കില്ല വാപ്പ. എല്ലാ ഹോട്ടലുകാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിന്റെ ഹോട്ടലിലൊക്കെ ഇതാണ് ചെയ്യുന്നത്. ഇതുവരെ ആർക്കും അസുഖം വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. നിന്നെ ഉപദേശിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനുശേഷം നിന്റെ ഇഷ്ടം. ഇന്നു മുതൽ ഈ ഹോട്ടൽ നിന്റേതാണ്. ഇനി നീയാണ് മുതലാളി. നല്ലതോ ചീത്തയോ അതെല്ലാം നിന്റെ കയ്യിലാണ് ഉള്ളത്. എന്നാൽ ഞാൻ പോവാ. സുൽത്താൻ മിയ അവിടെ നിന്ന് പോയി.
അവരുടെ സംഭാഷണം മുഴുവനും അബ്ദുൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളും വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. രാത്രി അബ്ദുൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഹോട്ടലിൽ ഇനി ഞാൻ ജോലി ചെയ്യാൻ പോകുന്നില്ല. ഇത് പാപമാണ്. പക്ഷെ ആ അഫ്സൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുകയാണ്. സുൽത്താൻ ഹോട്ടലിലെ പാചകക്കാരന്റെ ജോലി ഉപേക്ഷിക്കണമെന്ന് അബ്ദുൾ തീരുമാനിച്ചു. അടുത്ത ദിവസം അയാൾ ഹോട്ടലിലേക്ക് ചെന്നു. നിങ്ങൾ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഇനി ഇവിടെ ജോലി ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജോലി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പോയാൽ ഈ ഹോട്ടൽ അടച്ചിടുമെന്നോ? അത് നടക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരു ഹോട്ടലിലും ജോലി കിട്ടില്ല. അത് ഉറപ്പാ അബ്ദുള്ളക്ക. അങ്ങനെ ആയിക്കോട്ടെ, ജോലി ഇല്ലെങ്കിലും സാരമില്ല. ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് സമ്പാദിക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞ് അബ്ദുൾ അവിടെ നിന്ന് പോയി. അയാൾ പല ഹോട്ടലുകളിലും ജോലി അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് എവിടെയും ജോലി കിട്ടിയില്ല. ഒരു ദിവസം മനസ്സ് തകർന്ന് അയാൾ സുഹൃത്തായ മുസ്തഫയുടെ സൈക്കിൾ ഷോപ്പിൽ ചെന്നിരുന്നു. എന്തു പറ്റി നിനക്ക്? ഇന്നും നിനക്ക് ജോലി കിട്ടിയില്ലേ? ഇല്ല സുഹൃത്തെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തന്തൂരി ഉണ്ടാക്കുന്ന ജോലിയല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല. വേറെ ജോലി ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഞാനൊരു കാര്യം പറയാം. നിനക്ക് സ്വന്തമായിട്ട് ഒരു തന്തൂരി കൗണ്ടർ ഓപ്പൺ ചെയ്താൽ എന്താ? എന്റെ അടുത്ത് അത്രയ്ക്കൊന്നും പണമില്ല. തന്തൂരിക്ക് വില അധികമാ. അത് മാത്രമല്ല, ഹോട്ടലും വേണ്ടേ? പിന്നെ അതിന് വാടക. അതിനെല്ലാം ഞാൻ എവിടെ പോകും? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു മറുപടിയേ ഉള്ളൂ. നീ കുറച്ച് വെയിറ്റ് ചെയ്യ്. മുസ്തഫ 2 പഴയ ചക്രങ്ങൾ കൊണ്ടുവന്നു. അവയെ ഒരു കമ്പി കൊണ്ട് കൂട്ടിയിണക്കി. ഇതാ റെഡി ആയിട്ടുണ്ട്. എന്താ അത്? പറഞ്ഞു തരാം. മുസ്തഫയുടെ പക്കൽ ഒരു നല്ല വണ്ടി റെഡിയായി. അയാൾ വീലുകൾക്ക് മേലെ ഒരു പലക ഘടിപ്പിച്ചു. എന്നിട്ട് ആ തന്തൂർ ഉന്തുവണ്ടിയിൽ വെച്ചു. ഇപ്പോൾ ഇതിന്റെ അടിയിൽ കൽക്കരി വെച്ച് കത്തിക്ക്. എന്നിട്ട് ഇതിന്റെ മുകളിൽ തന്തൂരി ഉണ്ടാക്കാം. ആ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഈ ഐഡിയ എങ്ങനെ കിട്ടി? നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചപ്പോ ഒരു ഐഡിയ താനേ കിട്ടി. വളരെ നന്ദി സുഹൃത്തെ. അടുത്ത ദിവസം മുതൽ മുസ്തഫ ഉന്തുവണ്ടിയിൽ തന്തൂരി വിൽക്കാൻ ആരംഭിച്ചു. മുസ്തഫ തന്തൂരി ഉണ്ടാക്കുന്നതിൽ സമർത്ഥനായിരുന്നു. ഹോട്ടൽ ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്തൂരിയുടെ വില വളരെ കുറച്ചു. മുസ്തഫയുടെ ഉന്തുവണ്ടിയിൽ നടത്തിക്കൊണ്ടിരുന്ന തന്തൂരി കടയിൽ എപ്പോഴും ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നു. എന്നാൽ സുൽത്താൻ ഹോട്ടൽ ഫുഡ് ഓഫീസർ അടച്ചു. കൂടാതെ ചത്തുപോയ കോഴികളെ പാചകം ചെയ്ത കാരണത്താൽ ഹോട്ടൽ സീൽ വെച്ചു. അഫ്സലിനെ ജയിലിൽ അടച്ചു. ഇതായിരിക്കും ദൈവത്തിന്റെ നിയമം. നന്മ ചെയ്താൽ നല്ലത് നടക്കും, തിന്മ ചെയ്താൽ തിന്മ നടക്കും. സത്യത്തിനെന്നും 16 വയസ്സാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കുടുംബപുരം ഗ്രാമത്തിൽ രാംലാൽ എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഗ്രാമത്തിൽ വണ്ടിക്കടയിട്ട് അതിൽ പാനിപൂരി വ്യാപാരം ചെയ്തു. രാംലാലിന്റെ പാനിപൂരി കഴിക്കാൻ വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരും. രാംലാൽ ഒരു നല്ല മനസ്സുള്ളവനാണ്. പാവപ്പെട്ടവർക്കൊക്കെ അദ്ദേഹം ഫ്രീ ആയിട്ട് പാനിപൂരി നൽകും. ഒരു ദിവസം രത്നാപൂരിലെ തലവൻ രാംലാലിന്റെ പാനിപൂരിയെ കുറിച്ച് കേട്ട് തന്റെ 2 കൂട്ടുകാരന്മാർ ഭീമ പിന്നെ കാലിയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. നീ വിൽക്കുന്ന ഈ പാനിപൂരി എല്ലാം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാലോ രാംലാൽ. എന്നെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ആർക്കും തടസ്സം ചെയ്യാൻ പറ്റില്ല. ഇവര് 2 പേരും എന്റെ ഫ്രണ്ട്സ് ആണ്, ഭീമയും കാലിയും. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ പാനിപൂരി ഞങ്ങൾ എല്ലാവർക്കും തന്നേക്ക്. രാംലാൽ അവർ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് പാനിപൂരി നൽകി. പാനിപൂരി കഴിച്ചിട്ട് തലവൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തോ മായാജാലുണ്ട് രാംലാൽ. പാനിപൂരി കഴിക്കാൻ നല്ല രുചിയുമുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മുതലാളി. നിറയെ ഗ്രാമത്തിൽ പോയിട്ട് ഈ പാനിപൂരി കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള രുചിയായുള്ള പാനിപൂരി എവിടെയും കഴിച്ചിട്ടില്ല മുതലാളി. രാംലാൽ, നിനക്ക് എന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ട് കട വെച്ചൂടെ? കാലിയ പറയുന്നത് വളരെ ശരിയാണ് രാംലാൽ. നിങ്ങളുടെ ഗ്രാമത്തിനെക്കാട്ടും ഞങ്ങളുടെ ഗ്രാമം വളരെ ഭംഗിയായിട്ടുണ്ടാവും. അതുമാത്രമല്ലാതെ അവിടെ കുറെ വ്യാപാരികളും ഉണ്ടാവും. നിന്റെ പാനിപൂരി അവിടെ നന്നായിട്ട് വിൽക്കാൻ പറ്റും. നീ പറയുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു നല്ല കടയും ഞങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇല്ല മുതലാളി, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വിട്ടിട്ട് എവിടെയും പുറത്തു വരില്ല. ഞങ്ങളുടെ ഗ്രാമത്തില് നിങ്ങളെപ്പോലുള്ള പൈസക്കാർ ഇല്ലെന്ന് അറിയാം. പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തില് നല്ല നിമ്മതി കിട്ടും. നിങ്ങൾക്കിത് അറിയില്ലേ മുതലാളി? ഈ രാംലാൽ പോലെ ഉള്ള ഒരു മണ്ടൻ എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവൻ വല്ലാത്തൊരു മണ്ടനാണ്. ഇവന്റെ പാനിപൂരി പാതി വന്നിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഭീമ പറഞ്ഞത് കേട്ട് തലവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
ഇവന്റെ ഈ വസ്ത്രവും കടയും കണ്ടാ അറിയാലോ ഇവൻ എന്താണെന്ന്. ഇപ്പോഴും സമയമുണ്ട് രാംലാൽ. ഇതുപോലുള്ള ഭാഗ്യം പിന്നെ വീണ്ടും കിട്ടില്ല. ജീവിതത്തില് പണം ഉണ്ടാക്കുന്നത് വളരെ നല്ല കാര്യമാണ്. തലവൻ രാംലാലിനോട് എന്തൊക്കെയോ പറഞ്ഞ് ആഗ്രഹമുണ്ടാക്കി. പക്ഷെ രാംലാലോ അദ്ദേഹം പറഞ്ഞതൊന്നും തന്നെ അംഗീകരിച്ചില്ല. രാംലാൽ, ഞാൻ നിന്റെ പാനിപൂരി എത്രയോ ഞാൻ തന്നെ വാഴ്ത്തി പാടിയിട്ടുണ്ട്. നീ തന്നെ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇല്ലെങ്കിൽ നിനക്ക് ഈ പാനിപൂരി കടയൊക്കെ കുറെ ദിവസം ഓട്ടിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ വളരെ ദേഷ്യത്തോടെ തന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവിടെ നിന്നും പോയി. അദ്ദേഹം നേരെ രാംലാൽ ഗ്രാമത്തലവനായ സത്തുവിനെ ചെന്ന് കണ്ടു. എന്താ സത്തു ചേട്ടാ, നിങ്ങളുടെ ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നത്? ചേട്ടാ, എന്റെ ഗ്രാമത്തിൽ എന്താണ് വലുതായി നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ ഗ്രാമത്തിലാണ് എല്ലാം നല്ല കാര്യം നടക്കുന്നത്. നിങ്ങളുടെ ഗ്രാമത്തിലാണ് നല്ല വളമൊക്കെ ഉള്ളത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ ഒരു 2 നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ കഷ്ടമാണ്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള രാംലാലിന്റെ പാനിപൂരി വളരെ ഫേമസ് ആണല്ലോ. ദൂരത്തിലുള്ള ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ രാംലാലിന്റെ പാനിപൂരി കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. താങ്കൾക്കത് അറിയില്ലേ? അതില് നമുക്ക് ഒരു സംശയവും ഇല്ല മുതലാളി. അവന്റെ ഈ പാനിപൂരി കട വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് സത്തു. ഞാൻ പറയുന്നത് നന്നായിട്ട് കേൾക്കൂ. ഈ ഗ്രാമത്തിന്റെ പേര് നിങ്ങളെ കൊണ്ടല്ല, ആ രാംലാലിനെ കൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. ദൂരെ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പാനിപൂരി കഴിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ദൂരോട്ട് പോകേണ്ടി വരും. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ നിങ്ങളെ പൊക്കിയിട്ട് രാംലാലിനെയാണ് തലവരായിട്ട് നോക്കുക. രത്നാപൂർ ഗ്രാമത്തലവൻ പറഞ്ഞത് കേട്ടിട്ട് സത്തു ആകെ അതിശയിച്ചു പോയി. നിങ്ങൾ എന്തോ പറയുന്ന കാര്യമൊക്കെ ശരിയാണ് മുതലാളി. പക്ഷെ ഇങ്ങനത്തെ കാര്യം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഇത്രയും ടെൻഷനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതിനുള്ള തീർവ് എന്താണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ ഗ്രാമത്തിലുള്ള പേര് എന്നെ കൊണ്ടാണ് ഫേമസ് ആവാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ. പറയൂ മുതലാളി. ഇത് വളരെ എളുപ്പമാണ്. നിന്റെ ഗ്രാമത്തിന്റെ പേര് അവന്റെ പാനിപൂരി കൊണ്ടാണ് വളരെ ഫേമസ് ആയത്. നീ സിറ്റിയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും പാനിപൂരി ഇടുന്നവനെ കൊണ്ടുവരൂ. പിന്നെ നീ ഗ്രാമത്തിലെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യൂ. റെസ്റ്റോറന്റ് ഓപ്പൺ ആയാൽ പിന്നെ രാംലാലിന്റെ പാനിപൂരി കഴിക്കാൻ ആര് വരും? അതേ സത്തു ചേട്ടാ, രാമണ്ണൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ. ഞങ്ങളെ ഗ്രാമത്തിലുള്ള തലവർ പറയുന്നതാണ് ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോളൂ, ഞങ്ങളുടെ ഗ്രാമവും നിങ്ങളുടെ ഗ്രാമവും എത്ര വ്യത്യാസമായിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ പറയുന്നതാണ് വളരെ ശരിയായിട്ടുള്ളത്. ഞാൻ വേഗം തന്നെ നഗരത്തിൽ പോയി ചെന്നിട്ട് ഒരു പാനിപൂരിക്കാരനെ കൊണ്ടുവന്നേക്കാം. പിന്നെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനും ശ്രമിക്കാം. പിന്നെ ആ റെസ്റ്റോറൻറ്റിന്റെ പേര് എൻ്റെ പേര് തന്നെയാണ് വെക്കാൻ പോകുന്നത്, സത്തു റെസ്റ്റോറൻറ്റ്. സത്തു പറഞ്ഞ കാര്യം കേട്ടിട്ട് രത്നാപൂർ ഗ്രാമത്തലവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. തലവൻ തന്റെ കൂട്ടുകാരൻ കാലിയോട് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്റെ രാജതന്ത്രം കാലിയാ? ഇപ്പൊ നീ കണ്ടോ, ഇന്ന് തൊട്ട് ആ രാംലാൽ ആ സത്തുവിന്റെ അടുത്ത് നന്നായിട്ട് കുടുങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ചു ദിവസത്തിൽ തന്നെ ആ രാംലാലിന്റെ പേര് മാഞ്ഞു പോകും. നിങ്ങൾ വലിയ ബുദ്ധിശാലി തന്നെയാണ് മുതലാളി. കുറച്ചു ദിവസത്തിനകം തന്നെ തലവൻ സത്തു ഗ്രാമത്തിൽ ഒരു നല്ല റെസ്റ്റോറന്റ് കൊണ്ടുവന്നു. പിന്നെ നഗരത്തിൽ നിന്നും വളരെ അത്ഭുതമായി പാനിപൂരി ചെയ്യുന്ന ഒരുത്തനെ തന്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്ന് പാനിപൂരി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ സത്തുവിന്റെ തള്ളുവണ്ടി കടയിലേക്ക് ആരും വരാറില്ല. പാവം ആ സത്തു ദിവസവും പാനിപൂരി കടയിട്ട് ആ വെയിലത്ത് തനിച്ചു നിന്നുകൊണ്ടിരിക്കും. വൈകുന്നേരം ആവുമ്പോൾ അദ്ദേഹത്തിന്റെ പാനിപൂരി ചീത്തയാകും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ നിർമ്മല പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ കട വേറെ ഏതെങ്കിലും ഗ്രാമത്തിലിടണം ചേട്ടാ. നിങ്ങളുടെ പാനിപൂരി കഴിക്കാൻ ഇപ്പോൾ ആരും വരുന്നില്ല. നമ്മൾ ഇപ്പോൾ ആകെ ദരിദ്രത്തിലായി. നീ പറഞ്ഞ ശരിയാണ്. നമ്മുടെ ഈ പാനിപൂരി വൈകുന്നേരം വിറ്റാലേ എല്ലാം ശരിയായിട്ട് വരുള്ളൂ. അപ്പോഴാണ് രാംലാലിന്റെ വീടിന്റെ കതക് ആരോ തട്ടിയത്. രാംലാൽ ചെന്ന് കതക് തുറന്നു. അദ്ദേഹം നോക്കിയപ്പോൾ പുറത്ത് ഒരു വയസ്സായ ആൾ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് ഭക്ഷണം വല്ലതും തരണേ, ഞാൻ കഴിച്ചിട്ട് 3 ദിവസമായി. എന്റെ വീട്ടിൽ തന്നെ 2 ദിവസം ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കാണെങ്കിൽ പ്രശ്നത്തിന്റെ മേലെ പ്രശ്നമാണ് ഉള്ളത്. എന്റെ അടുത്ത് വേണമെങ്കിൽ കുറച്ച് പാനിപൂരി ഉണ്ട്, അതും കുറച്ച് മോശമായിട്ടുണ്ട്. ശരി, കുഴപ്പമില്ല, എനിക്ക് അത് തന്നെ തന്നോളൂ. രാംലാൽ പാനിപൂരി ആ വയസ്സായ ആളുടെ കയ്യിൽ നൽകി. കുറച്ചു സമയത്തിനകം അയാൾ രാംലാൽ നൽകിയ എല്ലാ പാനിപൂരിയും കഴിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു സഞ്ചി എടുത്ത് രാംലാലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ്? ഇതൊരു അത്ഭുതമാണ്. ഇത് നിന്റെ ജീവിതം തന്നെ മാറ്റി തന്നേക്കും. ഇത് എങ്ങനെയാണ് എന്റെ ജീവിതം മാറ്റി തരുന്നത്? ഇതൊരു മായ മണ്ണാണ്. നീ നാളെ തൊട്ട് ഇത് വെച്ചിട്ടാണ് പാനിപൂരി ഉണ്ടാക്കേണ്ടത്.
പക്ഷേ അത് എങ്ങനെയാണ്? അത് നിന്റെ കാത് കുറച്ച് അടുത്ത് കൊണ്ടുവാ. ആ വയസ്സായ ആൾ സത്തുവിന്റെ കാതിൽ എന്തോ പറഞ്ഞിട്ട് പോയി. അടുത്ത ദിവസം സത്തു ആ വയസ്സായ ആൾ പറഞ്ഞതുപോലെ ഗ്രാമത്തിന്റെ നടുവിൽ തന്റെ കടയിട്ട് നിന്നു. പിന്നെ തന്തൂറിനെ ചൂട് ചെയ്ത് ചെറിയ ചെറിയ പൂരികൾ ചെയ്തു. അത് ചൂടാക്കാനായി അദ്ദേഹം ആ മണൽ അടുപ്പത്തിട്ടതും തന്നെ കുറേ സമയം കൊണ്ട് ഒരുപാട് പൂരികൾ താനെ അതിൽ റെഡിയായി. അതിന്റെ മണം കാരണം ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവിടെ വന്നു നിന്നു. പാനിപൂരിന്റെ മണം വളരെ നന്നായിട്ട് വരുന്നുണ്ടല്ലോ രാംലാൽ ചേട്ടാ. വേഗം തന്നെ എനിക്കൊരു പ്ലേറ്റ് പാനിപൂരി തരുച്ചേട്ടാ. പിന്നെ കുറച്ചു സമയത്തിനകം തന്നെ, അതും വൈകുന്നേരത്തിനകം തന്നെ രാംലാലിന്റെ ഭൂരിയെല്ലാം വിറ്റു തീർന്നു. പിന്നീടെന്താ, ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ചു. രാംലാൽ തന്തൂരിൽ ഭൂരി ചെയ്യും. പക്ഷെ അദ്ദേഹം ആ പാനിപൂരി ചൂടാക്കാനായി ആ മാന്ത്രിക മണൽ അതിനകത്തേക്കിട്ടതും എല്ലാ ഗ്രാമത്തിലെ ജനങ്ങളും അവിടെ എത്തും. ഗ്രാമത്തിലെ തലവിന്റെ റെസ്റ്റോറന്റിലേക്ക് പട്ടികൾ പോലും വരാറില്ലായിരുന്നു. വളരെ വിഷമിച്ച സത്തു രത്നാപൂർ ഗ്രാമത്തലവനെ വിളിച്ചു. എനിക്കറിയില്ല ആ രാംലാൽ തന്തൂരിൽ എങ്ങനെയാണ് പാനിപൂരി ഉണ്ടാക്കുന്നത്. എന്റെ റെസ്റ്റോറന്റിൽ എല്ലാം ബാക്കിയേറ്റ ഉള്ളത്. നിങ്ങൾ ഇതൊക്കെ പറയുന്ന മുമ്പ് തന്നെ അവന്റെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയതാണ്. അപ്പോൾ എനിക്ക് എന്താ കണ്ടതെന്ന് വെച്ചാൽ അവന്റെ അടുത്തുള്ള തന്തൂർ ഒരു മായാജാല തന്തൂറാണ്. അവന്റെ അടുത്ത് ഒരു മായ മണ്ണുമുണ്ട്. അവൻ എപ്പോഴാണ് ആ തന്തൂറിൽ മണ്ണ് ഇടുന്നുണ്ടോ മൊത്തം ഗ്രാമത്തിലും ആ പാനിപൂരിയുടെ മണമാണ് പറവിക്കൊണ്ടിരിക്കുന്നത്. എന്നാ വേഗം പോ, ആ മണ്ണ് എടുത്തിട്ട് എന്റെ അടുത്ത് കൊണ്ടുപോവാ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അടുത്ത ദിവസം തന്നെ ഭീമയും കാലിയയും ആരും അറിയാതെ ആ മണൽ സഞ്ചി മോഷ്ടിച്ചുകൊണ്ടുവന്നു. സത്തുവും അതുപോലെ പാനിപൂരി ചെയ്യാനായി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ആ മണൽ തന്തൂരടുപ്പിലിട്ടതും പെട്ടെന്ന് തന്തൂരടുപ്പ് പൊട്ടിപ്പോയി. അവര് ചെയ്ത കാര്യത്തിന് അവരെല്ലാം മുറിവേറ്റു വീണു. അപ്പോഴാണ് അവിടെ ഒരു പ്രകാശത്തോടെ ഒരു വയസ്സായ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് സത്തുവിന്റെ മുൻപിൽ വന്ന് പറഞ്ഞത്, ഞാനൊരു മന്ത്രവാദിയാണ്. ഞാനാണ് ഈ രാംലാലിന് ഈ മണ്ണ് കൊടുത്തത്. ഈ കാര്യം നിങ്ങൾക്ക് അറിയില്ലല്ലോ മുതലാളി. ഈ മണ്ണ് വളരെ നല്ലവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ മണ്ണ് വെറും രാംലാലിന് മാത്രമാണ്, നിങ്ങൾക്കല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരട്ടെ. ഈ മണ്ണ് അവന്റെ മുതലാളിയും രക്ഷപ്പെടുത്താനും പറ്റും. പിന്നെ ആലോചിച്ചോളൂ, രാംലാലിനെ എപ്പോഴും നിങ്ങൾ ശല്യം ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ മറക്കരുത്. അവൻ വളരെ നല്ല മനുഷ്യനാണ്. അവന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷപ്പെട്ടിട്ടാണ് ഈ മായമന്ത്ര മണ്ണ് കൊടുത്തത്. ഞാൻ വിശന്നിരുന്നപ്പോൾ അവന്റെ അടുത്തുള്ള പാനിപൂരി എനിക്ക് അവൻ തന്നതാണ്. അത് സഹായിക്കാനുള്ളത് എന്റെ കടമയല്ലേ. ഇത് പറഞ്ഞിട്ട് ആ വയസ്സനായ മനുഷ്യൻ മറഞ്ഞുപോയി. പിന്നെ സത്തു ഒന്നും മനസ്സിലാകാതെ നിന്നു. അന്ന് മുതൽ സത്തു തന്റെ പരാജയം സമ്മതിച്ചു. പിന്നെ രാംലാലിന്റെ മായ തന്തൂരി പാനിപൂരി ഇപ്പോൾ ഗ്രാമത്തിൽ മാത്രമല്ല നഗരമാകെ പ്രബലമായി. ചുന്നിലാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ എന്തെല്ലാം പണിയാ ചെയ്തിരിക്കുന്നേന്ന്. ഒരു ദിവസം വള വിറ്റുന്നുണ്ടെങ്കിൽ ഒരു ദിവസം കളിപ്പാട്ടം, അല്ലെങ്കിൽ പച്ചക്കറികൾ. ഏത് ജോലി ചെയ്താലും അയാൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ ചുന്നിലാൽ ഒരു പുതിയ പണിയാണ് തുടങ്ങിയിരിക്കുന്നത്. അയാള് ഗ്രാമത്തിന്റെ സ്കൂളിന്റെ മുമ്പില് പാനിപൂരി വിൽക്കുന്ന തട്ടുകട തുടങ്ങി. കുട്ടികളെ വരൂ വരൂ വരൂ, വന്ന് നല്ല രുചിയുള്ള പാനിപൂരി കഴിക്കൂ. വരൂ വരൂ, വേഗം വരൂ. സ്കൂളിന്റെ അവസാനത്തെ ബെല്ലടിക്കുമ്പം കുട്ടികൾ എല്ലാവരും പാനിപൂരി കഴിക്കാൻ അയാളുടെ തട്ടുകടയുടെ മുമ്പിൽ എത്തുമായിരുന്നു. എനിക്ക് ഒരു പ്ലേറ്റ് പാനിപൂരി വേണം. ഇല്ല, എനിക്ക് ആദ്യം വേണം. നിൽക്കൂ നിൽക്കൂ നിൽക്കൂ, നല്ലൊരു പാനിപൂരി ഞാൻ നിങ്ങൾക്ക് തരാം. വെയിറ്റ് ചെയ്യൂ. ചുന്നിലാലിന്റെ പാനിപൂരിയുടെ തട്ടുകടയുടെ മുമ്പിൽ സ്കൂളിലെ കുട്ടികൾ എന്നും കഴിക്കാൻ എത്തുമായിരുന്നു. ചുന്നിലാലും കുട്ടികളോട് നല്ല സ്നേഹത്തോടെ പെരുമാറി അവരുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുമായിരുന്നു. ശരി, പറയൂ, നിങ്ങൾക്ക് ആർക്കാണ് നാളെ പാനിപൂരി വേണ്ടത്? എന്നാ രവി, ഇനി ഒരു പാനിപൂരിയും കൂടി. നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ. അതെ, കാരണം ഇന്ന് എന്റെ അമ്മ എനിക്ക് പുതിയൊരു സ്വർണമാല സമ്മാനമായി തന്നു. ഇത് കണ്ടില്ലേ? രവിയുടെ കഴുത്തേ കിടന്ന സ്വർണമാല കണ്ടപ്പോ ചുന്നിലാലിന്റെ കണ്ണ് അങ്ങ് പുറത്തേക്ക് തള്ളി. അന്ന് ചുന്നിലാൽ രവിക്ക് കഴിക്കാൻ ഒരുപാട് പാനിപൂരി ഉണ്ടാക്കി കൊടുത്തു. മതി ചേട്ടാ, എന്റെ വയറങ്ങ് നിറഞ്ഞു പോയി. ഇതിന് എത്ര കാശാ തരേണ്ടത്? 100 രൂപയായുള്ളൂ മോനെ. 100 രൂപയോ? പക്ഷെ എന്റെ കയ്യില് 20 രൂപ മാത്രമേ ഉള്ളൂ.
ഒരു കുഴപ്പമില്ല മോനെ, നിന്റെ ചെയിൻ അങ്ങ് എടുത്ത് തന്നേക്ക്, ഞാൻ പിന്നെ നിന്നെ കാശ് ചോദിക്കുകയില്ല. നിഷ്കളങ്കയായ രവി ആർത്തി പിടിച്ച ചുന്നിലാലിന് കഴുത്തെ കിടന്ന മാല എടുത്തു കൊടുത്തു. കുറെ നാൾ ചുന്നിലാൽ ഈ പാവം പിടിച്ച കുട്ടികളുടെ കയ്യിൽ നിന്ന് പാനിപൂരിക്ക് പകരം വിലപിടിപ്പുള്ള വസ്തുക്കൾ മേടിച്ച് അവരെ ചതിക്കുമായിരുന്നു. ഒരു ദിവസം രവി സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാനിരുന്നപ്പോ അവിടെ നിന്നിരുന്ന ചുന്നിലാൽ ആ കുട്ടിയെ അവിടെ തടഞ്ഞു. എന്തു പറ്റി രതി, നീ എന്താ ഇന്ന് പാനിപൂരി കഴിക്കുന്നില്ലേ? വേണ്ട, എന്നും പാനിപൂരി കഴിക്കാൻ എന്നെ കൊണ്ടാവില്ല. അമ്മ എനിക്ക് പൈസ തരാറില്ല. പൈസക്ക് എന്താണ് ഇത്ര അർജന്റ്? പൈസ നീ നാളെ തന്നാലും മതിയെന്ന്. സത്യമാണോ? ചുന്നിലാൽ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് രവി ഒരിക്കൽ കൂടി അവിടുന്ന് പാനിപൂരി കഴിക്കാൻ തുടങ്ങി. നിന്റെ അമ്മ നിനക്ക് പൈസ തന്നില്ലെങ്കിൽ നീ അത് കട്ടെടുത്ത് കൊണ്ടുവരാൻ നോക്ക്. ചുന്നിലാലിന്റെ ഈ രീതിയിലെ സംസാരം പാവം രവിയുടെ മനസ്സിൽ അങ്ങ് പതിഞ്ഞുപോയി. അടുത്ത ദിവസം രവി വീട്ടിലെ അൽമാരിക്കകത്തുനിന്ന് കാശെടുക്കാൻ പോയപ്പോഴാണ് രവിയുടെ അമ്മ രവി അവിടെ നിന്ന് മോഷ്ടിക്കുന്ന കണ്ടോണ്ട് അവിടെ എത്തി. രവി, നീ എന്തിനാ പണം മോഷ്ടിക്കുന്നത്? മമ്മി, ഞങ്ങളുടെ സ്കൂളിലെ പാനിപൂരി ചേട്ടൻ എന്നോട് പറഞ്ഞു, മമ്മി കാശ് തന്നില്ലെങ്കിൽ പിന്നെ മമ്മിയുടെ പേഴ്സിന്ന് മോഷ്ടിക്കാൻ. അല്ല, നിന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാല എന്തിയേ? ആ ചെയിൻ ആണെങ്കിൽ ഞാൻ ആ പാനിപൂരി ചേട്ടന് കൊടുത്തു. മോനെ, നിനക്കറിയാവോ, മോഷ്ടിക്കുന്ന വളരെ മോശമായ കാര്യമാണ്. രവി പറയുന്ന കേട്ട് അവന്റെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി. അടുത്ത ദിവസം സ്കൂൾ അവധിയായപ്പം രവി പാനിപൂരി കഴിക്കാൻ അവിടെ എത്തി. എന്നും ചെയ്യുന്നത് പോലെ ചുന്നിലാൽ രവിയെ പാനിപൂരി കഴിക്കാൻ അവിടേക്ക് വിളിച്ചു. ഇന്നാ ഇനിയൊരു പാനിപൂരിയും കൂടി. നീ ഞാൻ പറഞ്ഞ പോലെ പൈസ കട്ടെടുത്തോ ഇല്ലയോ? അതെ ചേട്ടാ, ഇത് കണ്ടില്ലയോ? 2000-ഓ? ഓഹോ, സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്, നല്ല പണിയാണ് ചെയ്തത്. നീ ഇതേപോലെ അമ്മയുടെ അടുത്തുനിന്ന് കൂടുതൽ കാശ് കട്ടെടുത്തോണ്ട് വാ, ഞാൻ നിനക്ക് കുറെ പാനിപൂരി തരാം. ചുന്നിലാൽ രവിയുടെ കയ്യിൽ നിന്നും കാശ് എടുത്ത ഉടൻ മഹിമ അവിടെ എത്തി. എന്നിട്ട് അയാളെ കൈയോടെ പിടിച്ചു. അപ്പൊ നീയാണ് ആ പാനിപൂരി വിൽക്കുന്ന ദുഷ്ടൻ. നീയല്ലേ രവിയുടെ കഴുത്തേ കിടന്ന മാല എടുത്തത്? എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിക്കാനും പറഞ്ഞോ? ഇല്ല ഇല്ല, എന്നോട് ക്ഷമിക്കണം. ഇന്നാ നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വർണ്ണ ചെയിന്, ഇത് നിങ്ങൾ എടുത്തിട്ട് എന്നെ വെറുതെ വിട്ടേക്കുന്നേ. ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ദൂരമുള്ള സ്ഥലത്തേക്ക് പോയിക്കോളാം. ഇനി ഞാൻ നിങ്ങളുടെ കൺമുന്നിൽ വരാതെ എവിടേക്കെങ്കിലും പോയിക്കോളാം. നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ഇല്ലെങ്കിൽ നീ വേറൊരു സ്ഥലത്ത് ചെന്ന് വേറൊരു പാവം കുട്ടിയെ പറ്റിച്ച് കാശുണ്ടാക്കും. ഈ കഥയില് നമുക്ക് 2 പാഠമാണ് പഠിക്കാൻ കഴിയുന്നത്. ആദ്യത്തേത്, ചതിയും വഞ്ചനയും കാട്ടുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഉള്ള ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും. രണ്ടാമത്തത്, നമ്മുടെ വീട്ടിലെ കുട്ടികളെ ചതിക്കുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് രക്ഷിക്കാൻ നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം ഉറപ്പായിട്ടും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ജഗ്ഗു വളരെ പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ഒരു വിറക് വെട്ടുകാരനായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ ഒരു ചെറിയ കുടിലിൽ അയാളുടെ ഭാര്യ ഗൗരിയോടൊപ്പം താമസിക്കുമായിരുന്നു. വീട്ടിലെ ആഹാരമെല്ലാം തീർന്നു. ഇനി നാളെ ഞാൻ എങ്ങനെ ആഹാരം ഉണ്ടാക്കും? അത്യാഗ്രഹമുള്ള അവരുടെ അയൽക്കാരി എപ്പോഴും ഇവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്തിനാ ഇത്രയും രുചിയില്ലാത്ത ആഹാരം കഴിക്കുന്നത്? ഈ ആഹാരം ഞങ്ങളുടെ വീട്ടിലെ പശു പോലും കഴിക്കില്ലല്ലോ. അയൽക്കാരിയുടെ ഈ സംസാരം കേട്ടിട്ട് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുമായിരുന്നു. ഞാൻ കാട്ടിലേക്ക് പോയി മരക്കഷ്ണങ്ങളെല്ലാം കൊണ്ടുവരാം. നീ അത് കൊണ്ടുപോയി മാർക്കറ്റിൽ അത് വിറ്റ് കാശാക്കി കൊണ്ടുവരികയാണെങ്കിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ജഗ്ഗു കാട്ടിലേക്ക് പോയി. എന്നിട്ട് ഒന്നൊന്നായി വിറകുകൾ മുറിക്കാൻ തുടങ്ങി. അയാള് വലിയൊരു മരത്തിന്റെ കൊമ്പ് മുറിക്കാനായിട്ട് കോടാലി പ്രയോഗിക്കാൻ തുടങ്ങുമ്പോ ആ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു. എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ, എന്നെ വെട്ടല്ലേ. ഇത് ആരുടെ ശബ്ദമാണിത്? ആരാണ് അവിടെ ഉള്ളത്? ഞാനാണ്.
നിന്റെ മുന്നിലിരിക്കുന്ന ഈ മരമാണ്. ആ മരം സംസാരിക്കുന്ന കണ്ടപ്പോ അയാള് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. ജഗ്ഗു മരത്തിനോട് പറഞ്ഞു, അയാള് ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിയില്ലെങ്കി മാർക്കറ്റില് പിന്നെ എന്താ വിൽക്കാൻ പോകുന്നേ? അയാളുടെ കയ്യില് ആഹാരം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. ഞാനൊരു മായാ മരമാണ്. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തീർത്തു വെക്കാം. താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരാം. ആ മരം ഇത്രയും പറഞ്ഞപ്പോ അത്ഭുതമായി അവിടെ ഒരുപാട് ഗോതമ്പ്, പരിപ്പ്, അരി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട ജഗ്ഗു ഒരുപാട് സന്തോഷിച്ചു. വളരെ വളരെ നന്ദി മായാ മരമേ. നീ ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്നല്ലോ. 1 മാസം കഴിക്കാനുള്ള ആഹാരം കണ്ടപ്പോ ഗോരിക്കും ഒരുപാട് സന്തോഷമുണ്ടായി. ഇനി നമുക്ക് ഒരിക്കലും പട്ടിണി ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അയൽക്കാരി അവിടെ എത്തിയത്. അവിടെ വെച്ചിരിക്കുന്ന പലചരക്ക് സാധനങ്ങൾ കണ്ടപ്പോ കഴിക്കാൻ ഇത്രയും ആഹാരമോ, അതും ഈ പാവങ്ങളുടെ അടുത്ത്. അയൽക്കാരി ഗോരിക്ക് അവരുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിന് അവരെ ക്ഷണിച്ചു. നാളെ വൈകുന്നേരം ആഘോഷത്തിന് പഴയ കീറിയ സാരി ഉടുത്ത് അങ്ങോട്ടെങ്ങാനും വന്നേക്കല്ലേ. ഗൗരിയുടെ അടുത്താണെങ്കിലോ ഉടുക്കാൻ ഒരു നല്ല സാരി പോലും ഇല്ല. സങ്കടം കൊണ്ട് അവര് കരയാൻ തുടങ്ങി. കരയല്ലേ ഗൗരി? ഭാര്യയ്ക്ക് പുതിയൊരു സാരി എങ്ങനെയാ മേടിച്ചു കൊടുക്കുന്നേന്ന് ആലോചിച്ച് ജഗ്ഗു ഒരുപാട് വിഷമിച്ചു. ഇതിനെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്ന ജഗ്ഗു കാട്ടിലെത്തി. അത്ഭുതമുള്ള ആ മരം അയാളോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേന്ന്. എന്റെ ഭാര്യയുടെ കയ്യിൽ നല്ലൊരു സാരി പോലും ഇല്ല. ഞാൻ അവൾക്ക് നല്ലൊരു സാരി എവിടെ നിന്നാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്? ഓ, ഇത്രേ ഉള്ളോ കാര്യം? താങ്കൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാൻ തരാം. അത്ഭുതമുള്ള ആ മരം ഇത്രയും പറഞ്ഞപ്പോ അവിടെ ഒരു സാരി പ്രത്യക്ഷപ്പെട്ടു. പുതിയ സാരി കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് സന്തോഷമുണ്ടായി. ആ അത്ഭുത മരത്തിനോട് ജഗ്ഗു നന്ദി പറഞ്ഞു. എന്നിട്ട് സാരി എടുത്ത് ജഗ്ഗു വീട്ടിലേക്ക് പോയി. പുതിയ സാരി കണ്ടപ്പോ ഗൗരി ഒരുപാട് സന്തോഷിച്ചു. ആ സാരി ഉടുത്ത ഗൗരി ജഗ്ഗുവിനോടൊപ്പം അയൽക്കാരുടെ വീട്ടിലെ ആഘോഷത്തിന് പങ്കെടുക്കാൻ പോയി. ഇത്രയും ഭംഗിയുള്ള സാരി ഗൗരി ഉടുത്തേക്കുന്ന കണ്ടപ്പോ ആഘോഷത്തിന് പങ്കെടുക്കാൻ വന്ന എല്ലാ അതിഥികളും ഗൗരിയെ ഒരുപാട് പ്രശംസിച്ചു. ഈ സാരിയിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗൗരിയെ എല്ലാവരും പ്രശംസിക്കുന്ന കണ്ടപ്പോ അയൽക്കാരിക്ക് അസൂയ തോന്നി. ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവരുടെ ദാരിദ്ര്യത്തെ നല്ലോണം കളിയാക്കാവുന്നായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്ന് അവളെ പ്രശംസിക്കുന്നത് കണ്ടില്ലേ? അസൂയ മൂത്ത ആ അയൽക്കാരി കയ്യിലിട്ടിരുന്ന സ്വർണവളകളെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഗൗരിയാണ് സ്വർണവളകൾ മോഷ്ടിച്ചെന്ന് അവരാരോപിച്ചു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗൗരി അവർ അപമാനിക്കാൻ തുടങ്ങി. കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങള്? ഈ ഗൗരി എന്റെ കയ്യിലിരുന്ന സ്വർണ വളകളെ മോഷ്ടിച്ചു. ഗൗരി അപമാനിക്കുന്നത് കണ്ടപ്പോ ജഗ്ഗുവിന് ഒരുപാട് വിഷമം ഉണ്ടായി. ഇത്രയും വിലപിടിപ്പുള്ള വളകള് എങ്ങനാ നമ്മള് തിരിച്ചു കൊടുക്കുന്നേ? കേട്ട് വിഷമിച്ച് ജഗ്ഗു കാട്ടിലേക്ക് പോയി ആ അത്ഭുത മരത്തിനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരുപാട് കരഞ്ഞു. അത്രയും വിലമതിപ്പുള്ള വള ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുക? ആ മരം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ നിസാര കാര്യമല്ലേ, നിനക്ക് എന്ത് ആവശ്യമുണ്ടോ അത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഭംഗിയുള്ള 2 സ്വർണ വളകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ സംഭവം കണ്ട് ജഗ്ഗു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ഒരിക്കൽ കൂടി അയാളെ സഹായിച്ചതിന് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ വളകൾ എടുത്ത് അവിടുന്ന് പോയി. ജഗ്ഗുവും ഭാര്യ ഗൗരിയും ആ അയൽക്കാരിക്ക് വളകൾ തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് സംഭവിച്ചു പോയി. ഇന്ന് നിങ്ങളുടെ വളകൾ
വളകൾ കണ്ട് ആ അയൽക്കാരിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വളകള് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചതായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ പാവങ്ങളുടെ അടുത്ത് ഇങ്ങനൊരു വള എങ്ങനാ വന്നത്? ഇതിലെന്തോ രഹസ്യമുണ്ട്. എങ്ങനാ വന്നേന്ന് എനിക്കറിയണം. ഗോരി ജഗ്ഗുവിന്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും വില കൂടിയ വളകൾ അയാളുടെ കയ്യിൽ എവിടുന്നാ കിട്ടിയെന്ന്. കാട്ടില് ഒരു മായാ മരമുണ്ട്. ആ മരമാണ് എനിക്ക് ഈ വളകൾ തന്നത്. ആ സാരി, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ എല്ലാം ആ മരമാണ് തന്നത്. ജഗ്ഗുന്റെ ഈ സംസാരം കേട്ട് അയൽക്കാരി അത്ഭുതപ്പെട്ടു. അങ്ങനെയാണോ? അപ്പോ ഇതാണ് രഹസ്യം. എന്നാ പിന്നെ ഞാനും ആ അത്ഭുത മരത്തിനോട് സ്വർണവും വെള്ളിയും വജ്രാഭരണങ്ങളൊക്കെ ചോദിച്ച് വലിയ വലിയ ഒരു പണക്കാരിയാകും. പിറ്റേ ദിവസം അയൽക്കാരി ജഗ്ഗുവിന്റെ പുറകെ തന്നെ പോയി ആ അത്ഭുത മരത്തിന്റെ അടുത്ത് എത്തി. അവിടെ വെച്ചാണ് അവര് കണ്ടത് ജഗ്ഗു ആ അത്ഭുത മരത്തിനോട് സംസാരിക്കുന്നത്. ജഗ്ഗു അവിടുന്ന് പോയ ഉടൻ അവരാ മരത്തിന്റെ അടുത്ത് എത്തി. അത്ഭുത മരമേ, വരൂ, എത്രയും പെട്ടെന്ന് എനിക്ക് നല്ല വിലപിടിപ്പുള്ള മാല ഇങ്ങ് തന്നേ. ആ അയൽക്കാരി ചോദിച്ച ഉടൻ തന്നെ അവിടെ നല്ല വിലപിടിപ്പുള്ള ഒരു മാല അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട അയൽക്കാരിക്ക് സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. പക്ഷേ വിലപിടിപ്പുള്ള ആ മാല അവര് കഴുത്തേലിട്ട ഉടൻ തന്നെ ആ മാല ഒരു പാമ്പായി മാറി. പേടിച്ച ആ അയൽക്കാരി ഒച്ച വെക്കാൻ തുടങ്ങി. അവരാ പാമ്പിനെ എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ആ അത്ഭുത മരത്തിനോട് അവര് ചോദിച്ചു എന്തിനാ അവർക്ക് പാമ്പ് കിട്ടിയെന്ന്. എന്നിട്ട് ജഗ്ഗുവിനോ അവന് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ആ അത്ഭുത മരം അവരോട് പറഞ്ഞു വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജഗ്ഗു മരത്തിനോട് ചോദിച്ച സാധനങ്ങളെല്ലാം അവന് ശരിക്കും ആവശ്യമുള്ളതായിരുന്നു. പക്ഷേ അയൽക്കാരിയാണെങ്കിലോ അത്യാഗ്രഹം കൊണ്ടാണ് മാല ചോദിച്ചത്. അവർക്ക് അത്യാഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് പാമ്പിനെ കിട്ടിയത്. ഇത് കേട്ടപ്പോ അയൽക്കാരിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ നിന്നെ കത്തിയിരിക്കും. തീ കൊളുത്തിയ ഒരു വിറകുമായി ആ അയൽക്കാരി ആ അത്ഭുത മരത്തെ തീ വെക്കാൻ ശ്രമിച്ചു. മരമാണെങ്കി എരിഞ്ഞില്ല, മറിച്ച് ആ അയൽക്കാരിയുടെ തുണിയെ തന്നെയാണ് തീ പിടിച്ചത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി അയൽക്കാരി അവിടെയും ഇവിടെയും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഈ കഥയില് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: കഠിനമായി പരിശ്രമിക്കുന്നതും ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക് മാത്രമേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാതെ തന്നെ കിട്ടുന്നത്. പക്ഷേ അത്യാഗ്രഹം കാണിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാറില്ല. കാരണം അത്യാഗ്രഹത്തിന് ഒരു അന്തവും ഇല്ല. എന്നിട്ട് അധികം അത്യാഗ്രഹം കാണിച്ചാൽ മനുഷ്യന് നഷ്ടം മാത്രമേ ഉണ്ടാകൂ. കണ്ടില്ലേ ആ അയൽക്കാരിക്ക് സംഭവിച്ചത്?